ഉണ്ണേ ഉണ്ണേ ഈജി ഇവിടെ വന്ന് കുത്തിരിക്കേനി. ഞാൻ എന്റെ പെരയിലൊക്കെ പോയി എന്നെ അന്വേഷിച്ചിട്ട് ഞാൻ ഒന്നെങ്കിൽ വീടുണ്ടാവും അല്ലെ വാനശാല ഉണ്ടാവുക. അതെ, ഞാൻ ആകെ ഒരു ഡേഞ്ചറിൽ പെട്ട് നിൽക്കുക. എന്ത് പറ്റി? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 50,000 റുപ്യ വേണം. 50,000 റുപ്യ എന്റെ അടുത്ത് കയറി നിൽക്കാ. എനിക്ക് ഇതൊന്നും കിട്ടിയിട്ട് എന്റെ ചെലവിന് ചെയ്യാൻ വേണ്ടി. എടോ, എന്റെ അടുത്ത് ഇല്ലാന്ന് എനിക്കറിയാം. ഇത് ആരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കണേ. ഒറ്റ മാസത്തേക്കാ. ശരി, ഒറ്റ മാസത്തേക്ക്. ഈ ഒരു മാസം കഴിഞ്ഞാണ്ടല്ലോ ഞാൻ രാജാവാ. ഇക്ക രാജാവായ ഞാൻ മന്ത്രിയായി. എങ്ങനെ? ഇക്ക രാജാവല്ലേ, എനക്കും ചില കടം മേടിക്കാറ് ഇങ്ങോട്ടി. നമ്മള് രാജാവായി കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ കടം പേടിക്കണേ. നമ്മളങ്ങോട്ട് വാരിക്കോരി തരൂല. എനിക്ക് നിങ്ങളെ മാങ്ങ തരും. നിങ്ങൾ എന്നെ അടുപ്പിക്കും, എന്നെ ആട്ടി പായിക്കും. അയ്യയ്യേ, അത് മൊയ്തുക്ക ചോദില്ല. ആ ടൈപ്പല്ല മൊയ്തുക്ക. ഈ ഇത് വാക്ക് പറഞ്ഞ വാക്കാ. ഈ ആരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണ്ട് 50,000 റുപ്യ പണയം വെക്കാറുണ്ടാ? പണയം വെക്കാൻ പെര പണയത്തിലാണ് ഇപ്പോ. സ്വർണ്ണം ഉണ്ടോ? സ്വർണ്ണം ഉണ്ട്. മതി, അത് മതി. അല്ല, സ്വർണ്ണം പെരയില്ല, ബാങ്കിലാണ്. വേറെ എന്തെങ്കിലും ബൈ? പലിശ കൊടുക്കുന്ന ഒരാളുടെ നമുക്ക് പരിചയമില്ലേ? നമ്മളതിലേ ഈ പലിശക്കൊന്നും പൈസ എടുക്കാൻ പാടില്ല എന്നാണ്. അത് ശരി. എന്നപ്പോ നിങ്ങൾ പോയിക്കോ. അല്ലല്ല, ഇത് വേണോ എടുക്കണം നമുക്ക്. നിങ്ങൾക്ക് ഈ കാര്യം നടക്കണം, പലിശ കൊടുക്കാനും പറ്റില്ല, തത്വം പറയും വേണം. അല്ല, തത്വം കിടക്കട്ടെ, കാര്യം നടക്കണം. കാര്യം നടക്കണം. ഇപ്പൊ തന്നെ പോയാൽ നമുക്ക് ഇപ്പൊ തന്നെ പോവാം. അപ്പൊ 2-3 മീനെ കിട്ടുമോ നമുക്ക്? ഇവിടുന്നോ? എനിക്ക് സ്രാവ് ആയിക്കോട്ടെ കിട്ടും. ഇയാൾ അവിടെ കുത്തിയിട്ട് 50,000 റുപ്യന്റെ കാര്യമാണ്. അപ്പൊ ചൂണ്ടലിട്ട് കളിക്കാൻ വഴി കുത്തിയിടത്. അല്ല, ഇതാരെങ്കിലും എടുത്തോണ്ട് പോവാ? ആരും എടുത്തോണ്ടോ? വൈകുന്നേരം ആകുമ്പോഴേക്ക് കൊത്തുള്ളൂ. കാര്യം നടക്കട്ടെ ആദ്യം. ഏത് വണ്ടി നിങ്ങളോട് പിടിക്കാൻ പറയാൻ? ഞാൻ പറഞ്ഞേ എന്തൊരു തലായിട്ട് നിക്കണ നിങ്ങള്. ഇതൊരു കഷ്ടം ആലോചിക്ക. 2 ഗുണ്ടകളുടെ പേര് മരണം നിക്കണമെങ്കിൽ 2 സാധനങ്ങള്. മുതലാളി പറഞ്ഞത് KL 21 69 79 അല്ലേ? അതല്ലേ? നീ നിന്റെ ശ്വാസം മുട്ട ആദ്യം നിർത്ത്, എന്നിട്ട് വർത്താനം പറഞ്ഞാൽ നീ അവിടെ ഇതിന് ചെവി കേൾക്കില്ല. ഒന്ന് ശ്വാസം മുട്ടും ശമ്പളം നിർത്ത്. എന്തിട്ട് നീ ആ ബുക്കും പേപ്പർ എടുത്തേ. എന്തൊരു കഴിച്ചേ? ആ ബുക്കും പേപ്പർ എടുത്തിട്ട് അതൊക്കെ പറഞ്ഞാ പോരെ, എനിക്ക് കേക്കാല്ല. ഇത് കേക്കാല്ല. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട് എപ്പോ പറഞ്ഞു വിട്ടാലും എന്തെങ്കിലും ഒരു കുറേക്കടായിട്ട് വരല്ലോ. നല്ല മഹാപാങ്ങളുടെ വണ്ടിയാണ് പിടിച്ചോണ്ടുള്ളത്. ഇവിടെ കാശിട്ടുള്ള ആൾക്കാരല്ല. ഞാൻ അതിന്റെ കേസും പുരുവാലായിട്ട് ഞാൻ പിന്നാലെ വേറെ നടക്കണം. അതെ മുതലാളി, ഇനി നമ്പർ പറയുമ്പോ മലയാളത്തിൽ പറഞ്ഞു തരണം വണ്ടിയുടെ നമ്പർ. ഇംഗ്ലീഷ് പെട്ടെന്നൊരു സംശയം. നിനക്ക് എഴുതി തന്നില്ല ചെവിയാൻ? എഴുതി തന്നില്ലേ പേപ്പറില്? പേപ്പർ കളഞ്ഞു. ടെൻഷൻ വരുമ്പോഴാണ്. ആശുപത്രി നിങ്ങൾ ടെൻഷൻ വരുമ്പോ ചികിത്സ 3 പിടിച്ചുണ്ടെന്ന വണ്ടി വണ്ടായി കേട്ടാ കാര്യം പറഞ്ഞ വല്ലാണ്ട് വണ്ടി എടുത്തോണ്ട് അവൻ 3-4 വണ്ടി പിടിച്ചോണ്ട്. അപ്പൊ എടുക്കണ്ടേ വണ്ടി? നീ ആ ബുക്കും പേപ്പർ എടുത്തിട്ടാ? ഞാൻ എടുത്തിട്ടില്ലെന്നല്ലേ വന്നപ്പോ തൊട്ട് പറഞ്ഞത്. ഈ സാധനം ഞാൻ എടുത്തിട്ടില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ പരാന്താണ്. ഞാൻ ആലോചിച്ചോട്ടെ. ഒരു ഗുണമില്ല. ചെന്ത് ചെയ്യാ? ശരിട്ടാ ഞാൻ പറഞ്ഞേ. സുഖം തന്നെ. ഇത് എന്റെ സുഹൃത്താണ് മൊയ്തുക്ക. അതെ അതെ, ഒരു അത്യാവശ്യമായിട്ട് വന്നതാണ്. മൂപ്പക്ക് ചെറിയ വിഷമം വന്നു. കുറച്ച് പൈസ വേണമായിരുന്നു. ഒരു 50,000 റുപ്യ കൊണ്ട്. അത്യാവശ്യം ഒന്നുമില്ല, ഒരു മാസ്റ്റർ റോളിങ്ങിന് വേണ്ടിട്ടാണ്. 1 മാസത്തെ പൈസ ഞാൻ തരാം. പക്ഷെ പലിശ കറക്റ്റ് ആയിട്ട് അടക്കണ്ടേ? വളരെ കറക്റ്റ് ആയിട്ട് കൊടുക്കും. കൊടുക്കൂലേ? എന്തുട്ടാ ഈടുകൊണ്ടെന്നുള്ള? ഇല്ല, വീടൊന്നുമില്ല. ഈട് കല്യാണ്ട് എങ്ങനെ ശരിയാ? അല്ല, വീട് പണയത്തിലാണ്. അത് മനസ്സിലായല്ല. 50,000 റുപ്യാണ് എണ്ണി തരണ്ട നമ്മള്. പക്ഷെ പലിശ തരുമല്ലോ. അതില് കാര്യമുണ്ടേ. നമ്മളിത് കാലം കുറയിട്ട് നടന്ന പരിപാടി അല്ലേ. ഈടില്ലാണ്ട് പറ്റില്ല. റേഷൻ കാർഡ് ഉണ്ടാ? റേഷൻ കാർഡ് വെച്ചാലോ? റേഷൻ കാർഡാ? ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്. 50,000 റുപ്യക്ക് 3 കിലോ അരിയും 1/2 ലിറ്റർ മണ്ണെണ്ണയും. ഇപ്പൊ ഒരു കാര്യം ചെയ്തത് സ്വർണം വല്ല ഇരിക്കണ്ട? നല്ല പണയം വെച്ച് കൊണ്ട് കാറോ അല്ലെങ്കിൽ പുതിയ ബൈക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ വല്ല ബുക്കും പേപ്പറും. സൈക്കിളേ ഉള്ളൂ സ്വന്തമായിട്ട്. സൈക്കിളാ? ഇയാൾക്ക് ഒരു സാധനവും ഇല്ല.
ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്നാ പിന്നെ സംസാരിക്കാം ട്ടാ. ഒറ്റ മാസത്തെ റോളിംഗ് ആണ്. സംഭവം ശരിയാ, വീടില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഉണ്ണി. ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ശരിയാവുക വന്നേ ഒരു വഴിയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, വാ ഞാൻ വരാം. അതല്ല വരാം. അങ്ങനെ എന്തെങ്കിലും വഴി നോക്കിയിരിക്കുന്നല്ലേ. എന്റെ അമ്മാനച്ഛന്റെ വീടാണല്ലോ, 50,000 രൂപ ശ്രീധനത്തിൽ നിന്ന് എടുത്ത് കൊടുക്കാനായിട്ട്. മിഥുനം കർക്കിടം ഓ പത്മിനിയമ്മയുടെ ജാതകം ചേരില്ല. പത്മിനിയമ്മയുടെ ചേരില്ല സുമേഷ് ഏട്ടാ. ഞാൻ അടുത്ത് നോക്കാം. രമണി ജ്യോതി നക്ഷത്രം 1945. ഓ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത കുട്ടിയാവുന്നു അല്ലേ? അത് എവിടുന്ന് കിട്ടി? ഞാനിങ്ങനെ തപ്പി നടക്കാനല്ലോ, ആ അപ്പൊ കിട്ടിയതാണ്. ഇത് പ്രായം കൂടുതലാ, ഇത് വേണ്ട. അല്ലേ? ദാക്ഷായിണി തിരുവോണം നക്ഷത്രം. അയ്യോ മാത്രല്ല ഇത് ചൊവ്വാദോഷം കൂടി ഉണ്ട്. അയ്യോ ഈ ദാശായനി ഉണ്ടല്ല, കാണാനുണ്ടല്ല പവനാണ്, സുന്ദരിയാണ്. പക്ഷെ എന്താ കുഴപ്പമെന്നറിയാം, അത് ചൊവ്വാദോഷമുള്ള ജാതകമാണ്. ചൊവ്വാദോഷമുള്ള ജാതകം പിന്നെ സുമേഷേട്ടന്റെ ആണെങ്കിൽ അത് ശുദ്ധജാതകവും. അപ്പോൾ രണ്ടും കൂടെ ഒരു നിലയ്ക്ക് യോജിക്കില്ല. അയ്യോ ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാന്ന് വെക്കുക, എന്നാൽ തന്നെ ദാമ്പത്യം എന്ന് പറയണത് ഏറി വന്നാൽ 1 മാസം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. 1 മാസം ഉണ്ടാവല്ല, അത് മതി. കഴിക്കാൻ വയ്യ, ചിലപ്പോ അത് ഒരാഴ്ചയാവാനും മതി. എന്നാലും മതി. ചിലപ്പോ 1 ദിവസം ആവാം, മതി. ചിലപ്പോ 1 ദിവസം തന്നെയും കിട്ടിയില്ല എന്ന് വരാം. കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി റോട്ടിൽ വെച്ചിട്ടും അപകടം സംഭവിക്കാം, അങ്ങനെയും വരാം. വീട്ടിൽ കയറുന്നതിന് മുമ്പാ? അയ്യോ അത് പറ്റിയാല, വിട്ടേര്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് 3 മാറ്റി നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം, നല്ലത് വരുമ്പോ നോക്കാം. 40-45 കൊല്ലമായിട്ട് ഈ ജാതകക്കുറിപ്പായിട്ട് ഞാൻ കയറി ഇറങ്ങി നടക്കുകയാണ്. പ്രായമാണെങ്കിലേ ഇങ്ങനെ കയറി വരികയാണ്. എന്തായാലും ജാതകത്തില് വിവാഹയോഗം എന്നുള്ളതുണ്ട്, അതുകൊണ്ട് കല്യാണം നടന്നിരിക്കും. നടക്കൂല്ലേ? പക്ഷേ ആരോ ഒരാള് കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എതിര് നിൽക്കുന്നുണ്ട്. അവനൊന്നും എനിക്ക് കാണിച്ചെന്നേ, അവനെ ഒന്നും കണ്ടാലുണ്ടല്ലോ അവന്റെ കൊമ്പ ഞാൻ കിടക്കുന്നു. നമുക്ക് ഏതെങ്കിലും ഇത് കൊള്ളില്ല, നമുക്ക് ഏതെങ്കിലും നല്ലത് വരുമ്പോ നോക്കാം കേട്ടോ. നോക്കാല്ലേ? $500 കേട്ടാ. അപ്പൊ അതന്നെ പതിവ്. ഞാൻ പോട്ടെ. ഓ ആയിക്കോട്ടെ. എന്തിനാണ് ഇപ്പൊ ഇത്? എന്നാലും കയ്യിൽ വെച്ചോളൂ. കണ്ടോ കുറച്ച് വെള്ളം എടുക്കൂ. പുറത്താക്കില്ലല്ലോ. സുമേഷേട്ടൻ പോയാ? സുമേഷ് ഏട്ടനോട് പോയി. പാവ, എന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി കൊടുക്കേട്ടാ. ഇന്നിപ്പോ 3 കുറിപ്പായിട്ട് വന്നു, 3 യോജിക്കില്ല. ചിലതിനൊക്കെ 10-70 വയസ്സായിട്ടുണ്ട്. ഇയാളൊക്കെ പ്രായം കൂടുതലുണ്ടെന്ന്. എത്ര നാളായി നടപ്പ് തുടങ്ങിയിട്ട്? അച്ഛന്റെ കാലം മുതലേ മൂപ്പര് ഇവിടെ വിവാഹാലോചനയായിട്ട് കയറി ഇറങ്ങുകയാണ്. ഏകദേശം 22-23 വയസ്സിലാണ് മൂപ്പർക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്നത്. പിറ്റേ ദിവസം മുതൽ തുടങ്ങിയ ആലോചനയാണ്. ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് 6 വർഷം കഴിഞ്ഞു, ഇതുവരെയും കല്യാണം ശരിയായിട്ടില്ല. എന്തോ അത് നടക്കണില്ല, ആരോ ഒരാൾ എതിര് നിൽപ്പുണ്ട്. അതിപ്പോ ഇത്ര ആലോചിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ആദ്യം അച്ഛൻ, ഇപ്പൊ നിങ്ങൾ. എന്താ അയൽക്കാരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണ്ടേ? അതിന് ഇവിടെ ഒരു തിരക്കൊഞ്ഞ നേരം കിട്ടണ്ടേ? ഏത് നേരം ആൾക്കാരല്ലേ ഇവിടെ? എത്ര ദൂരത്ത് നിന്നാന്നറിയാം ആൾക്കാരൊക്കെ വരുന്നത്. ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്യും, എന്നിട്ട് ഇവിടെ ക്യൂവാ. പിന്നെ തിരക്ക് കൂടുന്ന സമയത്ത് ചിലര് അടുക്കള ഭാഗത്ത് വരും, പോവാൻ ധൃതിയുണ്ട് ഒന്ന് കണ്ടോട്ടെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇപ്പൊ ഈ 9 മണിക്ക് ശേഷമുള്ള ഒന്നും ഇപ്പൊ നോക്കാറില്ല. അല്ല ഇങ്ങനെ ഇരിക്കണ്ടേ? എന്ത് ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞാ പോരണ്ട, അല്ലാണ്ട് കിളക്കേണ്ട പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ സത്യേട്ടാ, ഇപ്പൊ ഞാൻ വന്നെന്താ വെച്ചാല് മൂത്തോൾക്ക് ഒരു കല്യാണം ശരിയായിരിക്കണം. സായനക്ക് അത് പിന്നെ മണ്ണാർക്കാട് ചെക്കന്റെ വീട്. എന്താ ജോലി? ചെക്കൻ ദുബായിലാ. നല്ല പണിയാൻ പോലെ അവിടെ ഒരു വലിയ വീട്ടുകാരാണ്. അപ്പൊ ഞങ്ങക്ക് നാടേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊന്ന് ഉറപ്പിക്കാൻ, ഡേറ്റ് ഒക്കെ ഉറപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ വീട്ടിൽ നിന്ന് മോളും പെണ്ണുങ്ങളും പറഞ്ഞേ പോകുമ്പോ അതിൻ്റെതായിട്ടുള്ള കുളൂസിൽ പോണോ, അതായത് നല്ലൊരു കാറിൽ പോണം എന്നാണ്. അത് വേണം അവരുടെ ഒരു ഗ്രേഡ്. അവർക്ക് 2 കാറൊക്കെ ഉണ്ടാതെ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ചുറ്റോട്ടത്തെ
ഒരു നല്ല കാറ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മുറ്റത്തെടുക്കണ കാറായിട്ടാ ഞാൻ കണ്ടത്. അപ്പൊ ആ കാറ് ഒരു ദിവസത്തേക്കൊന്ന് അങ്ങോട്ട് പോവാൻ കിട്ടിയാൽ ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ ഞാൻ അല്ല ഇതിപ്പോ എന്നാ പോണ്ടത്? 13-ാം തീയതിയാണ്. അയ്യോ 13-ാം തീയതി അല്ലേ എന്റെ വീട്ടിക്ക് പോവാന്ന് പറഞ്ഞത്? അല്ലോ അത് 13-ാം തീയതി. അന്ന് നടക്കൂല അല്ലേ? എന്നാ പിന്നെ നമുക്ക് 12 ആക്കിയാലോ? 12-ാം തീയതി ആക്കാം. 12-ാം തീയതി ഏട്ടന് അപ്പോയിന്റ്മെന്റ് ഫുൾ ചെക്കപ്പ് ഹോസ്പിറ്റലിലേ. ആണോ? ഫുൾ ചെക്കപ്പിനെ. അത് 12-ാം തീയതിയാ. എന്നാ പിന്നെ അതിനിടക്ക് ഇപ്പൊ നാളെയുള്ള എന്നാ പിന്നെ നാളെ ആക്കിയാലോ? ഏട്ടാ നാളെ ഇല്ലേ ക്ഷേത്ര ദർശനത്തിന് പോണെന്ന് പറഞ്ഞിരുന്നേ. അപ്പൊ നാളെ അല്ലേ ഇവിടെ ഏട്ടന് കൊറേ ബുക്കിംഗ് ഉണ്ട്, ആൾക്കാർ ഇഷ്ടം പോലെ വരാണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ല അതുണ്ട്. അതിപ്പോ ഞാൻ തന്നെ ഇരിക്കും, ഞാൻ പോണില്ല ക്ഷേത്ര ദർശനത്തിന്, ഞാൻ പോണില്ല. അത് ഇദ്ദേഹം പോവും. അപ്പൊ കുഴപ്പമില്ലല്ലോ, കാർ ഇവിടെ ഉണ്ടാവുമല്ലോ. എന്നാ പിന്നെ നാളെ തന്നെ ആക്കാൻ. അങ്ങനെ ആയിക്കോട്ടെ. എന്തായാലും ഒരു ദൂരം ബൈക്ക് പോവല്ലേ, അപ്പൊ വൈകുന്നേരം ഇപ്പൊ പോലീസിന്റെ എന്തെങ്കിലും ചെക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലോ? വണ്ടിയിൽ രേഖകളൊക്കെ ഉണ്ടല്ലോ, ആർച്ചി ബുക്കൊക്കെ വണ്ടിയിൽ. എല്ലാം അത് തന്നെ, ഞാൻ ഒന്നും കിട്ടില്ല. അത് മതി. അല്ല എന്തെങ്കിലും രേഖതേ, ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ എഴുതി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങളൊന്ന് ഒപ്പിട്ടാൽ. എന്താ ഇതൊരു എഗ്രിമെന്റ് ആണ്, വായിച്ചു നോക്കിയാണ്. മൊയ്തു എന്ന ഞാൻ സത്യശീലൻ ഇന്നോവക്കാർ ഒരു ദിവസത്തേക്ക് വായ്പ വാങ്ങിക്കുന്നു. എന്ത് കേടുപാടുകൾ വന്നാലും ഞാൻ വഹിക്കാം എന്ന് ഇതിന് ഉറപ്പുന്നതിരേ. ഇതൊന്നും വേണ്ടപ്പ. അല്ല വേണം വേണം. എന്തിന്? അല്ല ഒരു എഗ്രിമെന്റ് അല്ലേ? ഒരു സമാധാനം. വലിയ ബലേന്റെ കാറല്ലേ സത്യേട്ടാ? ആവശ്യമില്ലാന്നേ. അല്ല എല്ലാം അതിന്റെ റൂട്ടിലായിക്കോട്ടെ എന്ന് എത്തിയിട്ടാ. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ആവശ്യമുള്ളൂ. അതെന്താ? ഇത് ഞാനിത് എന്റെ മൊബൈലിൽ ഫോട്ടോ എടുക്കാനോ? ഫോട്ടോ എടുത്ത് കഴിഞ്ഞാലേ ഇത് നിങ്ങൾക്ക് തന്നെ വെക്കാം. നിങ്ങൾ അടച്ചോളി. നമ്മളെ രണ്ടാളടുത്ത് രേഖയായി ഒക്കെ അതിന്റെ റൂട്ടിലായിക്കോട്ടെ വെച്ചിട്ടാ. വൈകുന്നേരത്തേക്ക് എത്തിക്കില്ലേ? 5:15 നമ്മളേക്ക് വരുമല്ലോ. 5:15 നമ്മളേക്ക് വരും. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ രാവിലെ ഞാൻ വന്നിട്ട് വണ്ടി എടുത്തോളാം. ചാവി വണ്ടി തന്നെ ഉണ്ട്, കഴുകാൻ വേണ്ടി എടുത്തോളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ സന്തോഷം. സന്തോഷം. ആവശ്യമില്ല ഓരോന്ന് വെക്കണം. എന്തിനാ? കുഴപ്പമൊന്നുമില്ല. എന്തോ കൊഴപ്പൊന്നുമില്ല, നമ്മുടെ മുതലല്ലേ. അതൊക്കെ സൂക്ഷിച്ചുകൊണ്ടോളൂ. അങ്ങനെ അല്ലെങ്കിൽ പേടിച്ചോണ്ടാ പതുക്കെ ഓടിക്കും. തിരിഞ്ഞു നോക്കില്ലല്ലേ പ്യാര്? പ്യാര് മന്മഥൻ. ഓ എന്താ സിംഹത്തിനെ വിളിച്ച ഞാൻ അങ്ങനെ വന്നടാ. അതെ ഒരു സംഭവമുണ്ട്. ഒരു 3 മാസം മുൻപ് ഒരു 50,000 രൂപ അതെപ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്, ഒരു മാസത്തെ തിരിമറിക്ക് വേണ്ടിട്ട്. ഞാൻ വാങ്ങില്ല. ആര്? ഞാൻ വാങ്ങില്ല മുതലാളി. നീ വാങ്ങി കാര്യമല്ല ചനി പറയണ. മൊയ്തു എന്ന് പറഞ്ഞൊരു കക്ഷി. ഇപ്പൊ മുതലുമില്ല പലിശയില്ല. അഞ്ഞു നിന്നാ ശരിയാവില്ല. സാധനം പൊക്കിക്കോ. ഹലോ. പുറപ്പെട്ടോ? ഓക്കെ ഞങ്ങളിവിടെ ഉണ്ട്. ഉണ്ട്. അത് വണ്ടി അവിടുന്ന് ഒന്നുമില്ല. അങ്ങനെയൊന്നും കാണിക്കണ്ട, ഞാൻ പൊട്ടനല്ല, പറഞ്ഞാ കേക്ക. വണ്ടി വന്നല്ലേ? എനിക്ക് മനസ്സിലായി. തൊണ്ട പൊട്ടി വിളിച്ചു വല്ലതും പറഞ്ഞാൽ കേൾക്കൂല. വന്നുണ്ട്. അതെ, വണ്ടി ഞാൻ ബ്ലോക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഉടനെ ചാവി ഊരി എടുത്തോണം. ബ്ലോക്ക് ആവൂല, അതിങ്ങോട്ട് വരണല്ലേ? അതല്ല, വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഉടനെ ചാവി ഊരി എടുക്കണമെന്ന് നിന്റെ അടുത്ത് വർത്താനം പറഞ്ഞു വിശ്വാസം അതൊക്കെ പറഞ്ഞാ പോരെ. ഇറങ്ങി വാടോ. എന്താണ് ഇങ്ങോട്ട് ഇറങ്ങ? എന്താണ് പ്രശ്നം? ഇങ്ങോട്ട് ഇറങ്ങുന്നു. എന്താ കാര്യം? കാര്യം പറയാം. എന്താ? അയ്യോ ഏട്ടാ,
വലി വന്നു ആശുപത്രി കൊണ്ടുപോകാന്നാ. ഏത് ആശുപത്രിയില്? നമ്മള് പോണ വഴി ആശുപത്രിയിൽ ഇറക്കാം. കേറിക്കോ. എന്നാ കേറ്. എന്ത് ചോദിക്ക്. അതേ ശീതളം മുതലാളിന്റെ അടുത്ത് ഈ വണ്ടിയുടെ ബുക്കും പേപ്പറും പണയം വെച്ചിട്ട് പൈസ വലിച്ചൊക്കെ എടുത്തില്ലേ, ആ കാശ് കൃത്യമായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ വണ്ടി കൊണ്ടുപോകുന്നു. ആര് പണയം വെച്ചു, എവിടെ പണയം വെച്ചു, എന്തൊക്കെയാ നിങ്ങൾ പറയണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അവര് മേടിച്ച പൈസ കൊടുത്തെന്നല്ല പറയണ, അവരെ വിട്ടൂടെ? എടാ പൊട്ട, അതെ അതെ നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ലെന്നാണ് പറഞ്ഞത്. ആ നമ്മള് പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ലെന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാ നിങ്ങൾ പറയണത്? അതെ ശീതളം മുതലാളിയില് നിങ്ങൾ ഈ വണ്ടിയുടെ RC ബുക്ക് പണയം വെച്ചിട്ട് 50,000 രൂപ വാങ്ങിച്ച്, അത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്റെ സുഹൃത്തെ, ഞാൻ സത്യശീലൻ എന്ന് പറയുന്ന ഒരു ജോത്സ്യനാണ്. എനിക്കൊരു 50,000 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് എന്റെ വണ്ടി പണയം വെക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ വണ്ടി പണയം വെച്ചിട്ടുമില്ല. ഇത് നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അതേ എന്തേലും പറയണമെങ്കിൽ കടം മേടിച്ചിട്ട് കുണുകുണാന്ന് അവധ പറഞ്ഞിട്ട് കാര്യമില്ല, ഒച്ച പറയണം. ഞങ്ങളെ ശീതളം മുതലാളിയുടെ ഗുണ്ടകളാ? വണ്ടി ഞങ്ങൾ ഇന്ന് കൊണ്ടുപോകും. എന്നാ നിങ്ങൾ വണ്ടി കൊണ്ടുപോകും. തന്നില്ലേ മൽപ്പടി പോയി കയറി, പോയി കേറിക്കോ. വാങ്ങിക്കേ, ബലം പ്രയോഗിച്ചോ. അയ്യോ